ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ കടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വിവിധ റെയിൽവേ പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PV അൻവർ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ത്യ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കേരള സ്കൂൾ കലോത്സവം 3-ാം ദിവസത്തിലേക്ക് കണ്ണൂർ ജില്ല മുന്നിൽ. 25 വേദികളിലായി ഇന്ന് 60 മത്സര ഇനങ്ങൾ. ഇന്ന് യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീരിൽ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. മേഖലയിലെ റെയിൽ ഗതാഗത സമ്പർക്കം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ ജമ്മു റെയിൽവേ ഡിവിഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തെലങ്കാനയിലെ ചാർലപ്പള്ളി ന്യൂ ടെർമിനൽ സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ കീഴിൽ പുതിയ റെയിൽവേ ഡിവിഷൻ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ ഭരണകാലത്ത് ലോകത്തിലെ 2ാമത്തെ വലിയ മെട്രോ ശൃംഖലയായി ഇന്ത്യ മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് രാജ്യത്തുടനീളമുള്ള 21 നഗരങ്ങളിൽ മെട്രോ സേവനം പ്രവർത്തനക്ഷമമാണെന്നും കഴിഞ്ഞ ദശകത്തിൽ മെട്രോ ശൃംഖലയുടെ വളർച്ചയിൽ 3 ഇരട്ടി വർധന ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. बीते एक दशक में दिल्ली NCR में मेट्रो नेटवर्क दोगुने से भी अधिक हो चुका है. रिठाला, नरेला, कुंडली कॉरिडोर पर भी काम शुरू हुआ है. ये जो नमो रेल प्रोजेक्ट है ये भी केंद्र सरकार बना रही है. പരമ്പരാഗത വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലോകാരോഗ്യ സംഘടനാ സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിന്റെ ആരോഗ്യക്ഷേമ തലസ്ഥാനമായി മാറാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആയുഷ്, ആയുർവേദം തുടങ്ങിയ പരമ്പരാഗത ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായങ്ങളും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ വനംവകുപ്പിന്റെ ഓഫീസ് ആക്രമിക്കുകയും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത കേസിൽ റിമാൻഡിലായ PV അൻവർ MLA ഇന്ന് പുലർച്ചെ 2:30 തവനൂരിലെ സെൻട്രൽ ജയിലിലെത്തിച്ചു. അൻവറിനൊപ്പം കേസിൽ പ്രതി ചേർത്ത മറ്റ് 4 പേരെയും തവനൂർ ജയിലിലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇന്നലെ രാത്രിയിൽ അൻവറിനെ നിലമ്പൂരിനടുത്തുള്ള ഒതായിയിലെ വസതിയിൽ നിന്ന് വൻ പോലീസ് സംഘത്തിന്റെ സുരക്ഷാ വലയം തീർത്ത് അറസ്റ്റ് ചെയ്തത്. ജാമ്യം ലഭിക്കുന്നതിനായി ഇന്ന് അപേക്ഷ നൽകുമെന്നും തന്റെ അറസ്റ്റ് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും ഗൂഢാലോചനയാണെന്നും അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്നും PV അൻവർ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം കരളായി ഉൾവനത്തിൽ ചോടനായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് PV അൻവറും സംഘവും ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിർണായക നൂതന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് ഉഭയകക്ഷി വിഷയങ്ങളും ഉൾപ്പെടെ വിപുലമായ ചർച്ചകൾ നടക്കും. ഡൽഹി IIT സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ഫ്രഞ്ച് നാവിക കപ്പലുകളായ FS ഫോർബിനും FS അൽസെയ്സും കൊച്ചി തുറമുഖത്തെത്തി. ഇന്ത്യ ഫ്രാൻസ് നാവികസേനകൾ തമ്മിലുള്ള പ്രവർത്തനക്ഷമതയും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് സന്ദർശനം ഉപകരിക്കും. കൊച്ചിയിലെ ദക്ഷിണ മേഖല നാവിക കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഫ്രഞ്ച് നാവിക കപ്പലുകളിലെ കമാൻഡിംഗ് ഓഫീസർമാർ ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളുടെയും നാവികസേനാംഗങ്ങൾ കപ്പൽ സന്ദർശിക്കും. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ ആശയവിനിമയം നടത്തും. മാലിന്യമുക്തം നവകേരളം ജനകീയ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ നടത്തും. ഇന്നു മുതൽ ഒരാഴ്ചക്കാലമാണ് സർവേ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ISL ഫുട്ബോളിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകപക്ഷീയമായ 1 ഗോളിന്റെ ജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. 15 മത്സരങ്ങൾ പൂർത്തിയാക്കി ബ്ലാസ്റ്റേഴ്സ് 17 പോയിന്റുമായി 9ാം സ്ഥാനത്താണ്. ഈ മാസം 13 ഒഡീഷയ്ക്കെതിരെ കൊച്ചിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഒഡീഷയിലെ റൂർക്കേലയിൽ ഇന്നലെ നടന്ന ഹോക്കി ഇന്ത്യ ലീഗിൽ UP രുദ്രാസിനെ എതിരില്ലാതെ 2 ഗോളിന് തകർത്ത് തമിഴ്നാട് ഡ്രാഗൺസ് തങ്ങളുടെ ആദ്യ വിജയം കുറിച്ചു. ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ അവർ 3ാം സ്ഥാനത്തെത്തി. ഇന്ന് ഡൽഹി SG പൈപ്പേഴ്സിനെ സൂർമ ഹോക്കി ക്ലബ് നേരിടും. രാത്രി 8:15 മത്സരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് 25 വേദികളിലായി 60 മത്സരങ്ങൾ അരങ്ങേറും. 118 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂറാണ് മുന്നിൽ. തൃശൂർ 2ാമതും കോഴിക്കോട് 3ാമതുമാണ്. സ്കൂളുകളിൽ 65 പോയിന്റുമായി തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാമത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മത്സരങ്ങൾ സമയബന്ധിതമായി അവസാനിച്ചു എന്നതായിരുന്നു സംസ്ഥാന കലോത്സവത്തിന്റെ 2ാം ദിനത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3ാം ദിനമായ ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടിയും ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ തിരുവാതിരയും ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, ചവിട്ടുനാടകം, മോണോ ആക്ട്, മൂകാഭിനയം എന്നിവ വിവിധ വേദികളിലായി അരങ്ങേറും. ഗോത്ര നൃത്തകലാരൂപങ്ങളിൽ ഒന്നായ മലപുലയ ആട്ടം നിശാഗന്ധിയിൽ അരങ്ങേറും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഈ മാസം 17 ആരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും അന്ന് നടക്കും. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച 20-21 തീയതികളിൽ നടക്കും. ഇന്ന് യുദ്ധത്തിൽ അനാഥരാകപ്പെട്ട കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, കുടിയൊഴിപ്പിക്കൽ, ദാരിദ്ര്യം എന്നിവയുടെ ആഘാതങ്ങൾ നേരിടുന്നത്. ഈ കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകാനുള്ള കൂട്ടായ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ദിനാചരണം. സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കണമെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് ഹസൻ അൽ ഷെയ്ബാനി അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഖത്തറിലേക്കുള്ള നയതന്ത്ര സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഉപരോധം ഭരണ സംവിധാനത്തേക്കാൾ ജനങ്ങളെയാണ് ഇപ്പോൾ ബാധിക്കുന്നതെന്ന് ഹസൻ അൽ ഷെയ്ബാനി പറഞ്ഞു. മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വിമതർ നീക്കം ചെയ്തതിനു ശേഷം സിറിയൻ അധികാരികൾ അന്താരാഷ്ട്ര പിന്തുണ തേടുന്നതിലും സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിരതയ്ക്കുമായുള്ള തീവ്ര ശ്രമത്തിലാണ്. യുഎസിൽ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും തണുത്ത താപനിലയ്ക്കും വഴിയൊരുക്കി വൻ ശൈത്യകാല കൊടുങ്കാറ്റ്. യുഎസിന്റെ മധ്യഭാഗത്ത് ആരംഭിച്ച കൊടുങ്കാറ്റ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കിഴക്കോട്ട് നീങ്ങുമെന്ന് മുന്നറിയിപ്പ്. 2011 ശേഷമുള്ള യുഎസിലെ ഏറ്റവും തണുപ്പുള്ള ജനുവരി മാസമാണ് പ്രതീക്ഷിക്കുന്നത്. കെന്റക്കി, വെർജീനിയ, കാൻസാസ്, അർക്കൻസാസ്, മിസോറി എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത 2 ദിവസം കൂടി അതിരാവിലെ കനത്ത പുകമഞ്ഞ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ശക്തമായ മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമ ഗതാഗതങ്ങളെ ബാധിച്ചു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായു മലിനീകരണ തോത് കുറഞ്ഞതിനെ തുടർന്ന് സ്റ്റേജ് 3 നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വായു ഗുണനിലവാരത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന കേന്ദ്ര പാനലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അതേസമയം സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നിവയ്ക്ക് കീഴിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് $20 ബില്യൺ വായ്പാ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ലോകബാങ്ക്. ഈ മാസം 14 പ്രഖ്യാപനമുണ്ടാകും. പാകിസ്ഥാൻ കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് 2025-35 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്കാണ് ധനസഹായം നൽകുന്നത്. പാകിസ്ഥാനിൽ ദീർഘകാല വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ധനസഹായം വിനിയോഗിക്കുക. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഈ മാസം 8 മുതൽ 3 ദിവസം ഒഡീഷയിലെ ഭുവനേശ്വരിൽ നടക്കും. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9-ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ കടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് വിവിധ റെയിൽവേ പദ്ധതികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PV അൻവർ MLA-യെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ത്യ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കേരള സ്കൂൾ കലോത്സവം 3ാം ദിവസത്തിലേക്ക് കണ്ണൂർ ജില്ല മുൻപിൽ. 25 വേദികളിലായി ഇന്ന് 60 മത്സര ഇനങ്ങൾ. ഇന്ന് യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.